ഈവൻ സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റ് എന്ന് നമ്മളെ മനസ്സിലാക്കി തന്ന ഒരു കുട്ടിയാണ് വൺ ഹാൻഡ് എംബ്രോയിഡറി ബൈ അഞ്ജന. നമ്മൾ നോർമലി ഇപ്പം ഒരു സൂചിയിൽ നൂല് കോർക്കുന്നത് അത്ര ഈസി ഉള്ളൊരു പരിപാടിയല്ല. പക്ഷെ ഇവിടെ ഭയങ്കര ഈസി ആയിട്ട് അത് കോർക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. ഇതേടാ എനിക്ക് എൻ്റെ കൂടെ ഇപ്പൊ ഹസ്ബൻഡ് ഇപ്പോഴും ഉണ്ടാവല്ലോ, ഹസ്ബൻഡും പറയും പെട്ടെന്ന് കോർക്കും, എങ്ങനെ കോർക്കുന്നതെന്ന്. എനിക്ക് അതായത് എനിക്ക് അറിയില്ല, എനിക്ക് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തുകൊണ്ടാണ് എല്ലാവരും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ലൈഫിനെ ആ ഒരു ചിരിയോടുകൂടി തന്നെ നോക്കി കാണുന്ന ഒരാളാണല്ലേ. ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അതായത് എനിക്കൊരു കൈയില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ബോധേഡ് ചെയ്ത് ഭയങ്കരമായിട്ട് ഞാൻ എന്നെ തന്നെ ഭയങ്കര ഒതുക്കി വെച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. എനിക്ക് വേറെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ സൈക്ലിങ് ചെയ്യും, ഞാൻ ഡ്രൈവ് ചെയ്യും, സ്വിം ചെയ്യും, ഇപ്പം ഞാൻ കരാട്ടെ പഠിക്കുന്നുണ്ട്. അടുത്തത് അത് ജീൻസ്, അതെനിക്കൊന്ന് ഒത്തിരി പേര് ചോദിച്ചു. ഇത് നല്ല രസം, എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. നല്ല രസമുണ്ട്. ഒത്തിരി പേര് ജീൻസിൽ, അപ്പോൾ ജീൻസിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും അങ്ങനെ വലിയ അറിയില്ലല്ലോ. അതെ അതെ അതെ, സാധാരണ ഡ്രസ്സിൽ ചെയ്യുന്ന പോലെ അല്ലല്ലോ ജീൻസ് ചെയ്യുമ്പോൾ പ്രത്യേക ഭംഗിയാണ്. ദൈവത്തിനെ ശ്രദ്ധിക്കാൻ വേണ്ടി കാണിച്ച ഒരു കുസൃതി, ആ ഒരു ടാഗ് ലൈനിൽ ഞാനത് കുറെ വട്ടം ആലോചിച്ചു. അത് എനിക്ക് ബൈ ബർത്തിലെ അങ്ങനെയായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് അങ്ങനെ അധികം സ്റ്റോറീസ് പറഞ്ഞിട്ടില്ല. ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു. എനിക്ക് നിന്നെ പറ്റിയൊരു പദ്ധതി ഉണ്ട്, അത് നിന്റെ നാശത്തിനല്ല നിന്റെ ക്ഷേമത്തിനാണ് എന്ന് പറഞ്ഞൊരു ബൈബിൾ വേഴ്സസ് ഉണ്ട്. അപ്പോൾ മേ ബി അതായിരിക്കാം, എന്നെ പറ്റിയൊരു പദ്ധതി പുള്ളിക്ക് കൃത്യമായിട്ടുണ്ട്. എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. സോ നമ്മൾ എല്ലാവരും ലൈഫിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ വരുന്ന സമയത്ത് തളർന്നു പോകുന്നവരായിരിക്കും കൂടുതലും ആൾക്കാർ. അയ്യോ എനിക്ക് എന്താ അങ്ങനെ പറ്റി, അയ്യോ എന്നെ കൊണ്ട് അത് പറ്റുന്നില്ലല്ലോ, ഞാനിനി എന്ത് ചെയ്യും, അങ്ങനെ കുറേ ചിന്തകളുണ്ടാവും. പക്ഷേ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈവൻ സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റ് എന്ന് നമ്മളെ മനസ്സിലാക്കി തന്ന ഒരു കുട്ടിയാണ്. അതുമാത്രമല്ല എനിക്ക് ഭയങ്കര പ്രചോദനം തോന്നിയ ഒരാളാണ്. നമ്മൾ ലൈഫിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് നമുക്ക് മോട്ടിവേഷൻ തരുന്ന കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ, ആ കൂട്ടത്തിലൊക്കെ പെടുത്താൻ പറ്റുന്ന ഒരാളാണ് വൺ ഹാൻഡ് ബൈ അഞ്ജന, വൺ ഹാൻഡ് എംബ്രോയിഡറി ബൈ അഞ്ജന. വെൽക്കം. താങ്ക് യു. ഞാൻ ആക്ച്വലി ഇത് എനിക്ക് ചെയ്യാൻ അറിയില്ല, ആള് ചെയ്യും കേട്ടോ. ഇതാണ് നമ്മുടെ ടൂൾ അല്ലേ, പ്രോപ്പർട്ടി. ഞാൻ ആക്ച്വലി ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഭയങ്കര പ്രചോദനമായിട്ടുള്ള ഒരാളാണ്. ആൾക്കാർ ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇതിനകം തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്, കാര്യങ്ങളൊക്കെയാണ് അല്ലേ. നമുക്ക് എന്തായാലും അഞ്ജനയുടെ എംബ്രോയിഡറി ആണ് നമ്മൾ ഇവിടെ എത്തിച്ചത്, അപ്പൊ അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം എത്ര നാളായിട്ട് ഇത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഇത് മാത്രമായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കറക്റ്റായിട്ട് പറഞ്ഞാൽ 6 മാസം ആയിട്ടുള്ളൂ. ഞാനൊരു 1 year ആയി ചെറുതായിട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ ഇതിലേക്ക് മാത്രമായിട്ട് ഞാനിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് 6 മാസം ആയിട്ടുള്ളൂ. 6 മാസം കൊണ്ട് ഇപ്പോൾ ഇത്ര, എനിക്ക് തോന്നുന്നു നമുക്ക് ശരിക്കും വൈറൽ സ്റ്റാർ എന്ന് തന്നെ പറയാല്ലേ. ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ ഒരു പെട്ടെന്ന് ഇങ്ങനെ ആൾക്കാരിങ്ങനെ ശ്രദ്ധിക്കും, എന്താ പറയാ, അങ്ങനെ ആൾക്കാർ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും എന്നൊരു പ്രതീക്ഷയായിട്ടല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പെട്ടെന്നാണ് പബ്ലിക്കിന്റെ റെസ്പോൺസും സപ്പോർട്ടും ഒക്കെ കിട്ടി ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് വരുന്നത് ഇങ്ങനെ എംബ്രോയിഡറി ചെയ്യുമ്പോഴാണോ? എനിക്ക് ആക്ച്വലി എന്ത് കാര്യം ചെയ്താലും എനിക്ക് ആസ്വദിച്ച് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ എംബ്രോയിഡറി മാത്രമല്ല, എന്ത് കാര്യമാണേലും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ ചെയ്യില്ല. ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടേ ചെയ്യുള്ളൂ. എനിക്ക് ഇപ്പോൾ നമ്മൾ കിച്ചണിലാണേലും കുക്കിംഗ് ആണേലും അല്ല ക്ലീനിങ് ആണേലും അങ്ങനത്തെ എന്ത് കാര്യമാണേലും എനിക്ക് ആസ്വദിച്ച് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ എംബ്രോയിഡറി ഞാൻ ഭയങ്കര ആസ്വദിച്ചാണ് ചെയ്യുന്നത്. ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ആർട്ടാണല്ലോ, അപ്പോൾ അത് എപ്പോഴും ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു അഞ്ജനയുടെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാം ഭയങ്കര ചിരിച്ചിട്ട് ഒരു ചിരിയോട് കൂടിയാണ് എല്ലാം പറയുന്നത്. എനിക്ക് തോന്നുന്നു ലൈഫിനെ ആ ഒരു ചിരിയോടുകൂടി തന്നെ നോക്കി കാണുന്ന ഒരാളാണല്ലേ. ആക്ച്വലി ഇപ്പോഴാണ് നമ്മൾ ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുവാണല്ലോ. ഞാൻ ഈ റീസെൻ്റ്ലി ആണ് ഞാൻ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. അതിന് മുന്നേ വരെ ഞാൻ ഭയങ്കര ഒരു
എന്താ ഇൻട്രോവേർട്ട് ആയിരുന്നു. ഇൻട്രോവേർട്ട് അല്ല, ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അതായത് എനിക്കൊരു കൈയില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ബോധേഡ് ചെയ്ത് ഭയങ്കരമായിട്ട് ഞാൻ എന്നെ തന്നെ ഭയങ്കര ഒതുക്കി വെച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. പിന്നീട് ഒരു സ്റ്റേജ്, അതായത് ഞാൻ MSW ആണ് പഠിച്ചത്. അപ്പോൾ ആ ഒരു കോഴ്സ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതായത് ആ ഒരു കോഴ്സ് പഠിച്ച സമയത്ത് ആക്ച്വലി എനിക്ക് എൻ്റെ കുറവുകളെ പറ്റി ചിന്തിക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ശരിക്കും. പിന്നെ ആ ഒരു കോഴ്സ് ഒരുപാട് ആൾക്കാരിലേക്ക് എന്നെ എത്തിച്ചു. അതായത് എന്നെക്കാളും ഒരുപാട് ബുദ്ധിമുട്ടുള്ളവരും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് പോകുന്നവരുണ്ടെന്ന് ഒത്തിരി പേര് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് ആക്ച്വലി എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ കാര്യങ്ങളിലേക്കാളും ഉപരി എനിക്ക് വേറെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ സൈക്ലിങ് ചെയ്യും, ഞാൻ ഡ്രൈവ് ചെയ്യും, സ്വിം ചെയ്യും, ഇപ്പം ഞാൻ കരാട്ടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ എന്തിനാണ് ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യം എന്താണുള്ളത്? എനിക്ക് അങ്ങനെ പറയാൻ എക്സ്ക്യൂസ് ഉണ്ടോ? എനിക്കില്ല. ഞാൻ ഇപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. ഞാൻ തനിയെ യാത്ര ചെയ്യുന്ന എനിക്കൊന്നും പ്രശ്നമില്ല. അപ്പോൾ പിന്നെ എന്ത് എക്സ്ക്യൂസ് ഞാൻ പറയും വിഷമിച്ചിരിക്കാൻ വേണ്ടി? പക്ഷെ അത് ഞാൻ റിയലൈസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് വർഷങ്ങൾ എടുത്തു. ഞാൻ ഈ PG ഒക്കെ ചെയ്യണ സമയത്താണ് ഞാൻ ആ ഒരു ചിന്തയിൽ നിന്നൊക്കെ മാറിയത്. എൻ്റെ കയ്യിൽ നിന്നുള്ള എൻ്റെ കുറവുകളെ ശ്രദ്ധിക്കുന്നതിൽ നിന്ന് മാറി ലൈഫിനെ ഞാൻ കാണാൻ തുടങ്ങിയത്. ലൈഫ് വേറൊരു ലോകമാണ്, ലൈഫ് എന്ന് പറയുന്നത് വേറൊരു വലിയൊരു ലോകമുണ്ട് എന്ന് മനസ്സിലാക്കിയത് ഞാൻ ആ ഒരു കോഴ്സിന് ശേഷം. പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തു. പുള്ളിയുടെ മെൻ്റൽ സപ്പോർട്ടും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു ഇങ്ങനെ പുറത്തേക്ക് വരാനും. അതായത് ഉള്ളിലേക്ക് ഒതുങ്ങി ഇരിക്കാൻ പുള്ളി സമ്മതിക്കില്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ട്. ഞാൻ ഓൾറെഡി അഞ്ജനേൻ്റെ അടുത്ത് പറഞ്ഞു, കുറേ വട്ടം ഞാൻ പറഞ്ഞു നല്ല രസമുണ്ട് ആ സ്ഥലം, നമുക്ക് അവിടെ പോയിരിക്കാം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ സ്ഥലത്തേക്ക് പോകും. എനിക്ക് തോന്നുന്നു അഞ്ജനയുടെ ഒരു ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവിടെയാന്ന് തോന്നുന്നു. ഒരു ഭയങ്കര ഈസ്തറ്റിക് ബ്യൂട്ടി ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. നമുക്ക് അവിടെ പോയിരുന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിച്ചറിയാനുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ശരിക്കും നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. നല്ല നീറ്റ് ആൻഡ് ക്യൂട്ട്, നമ്മൾ ഈ ചില റീൽസിലൊക്കെ കാണുന്ന പോലത്തെ സ്ഥലം. അപ്പൊ ഇവിടെയാണ് സ്ഥലമാണിത്. അതെ, പക്ഷെ എന്നാലും നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇരുന്നാണ് ഈ കണ്ട മനോഹരമായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം, റൊണാൾഡോ ഓർ മെസ്സി? കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. ഭയങ്കര വൈറലായ ഒരു വീഡിയോ ആയിരുന്നു അത്. ഈ വീഡിയോയുടെ ടീഷർട്ടും ഇപ്പൊ ഇവിടെ ഉണ്ടല്ലേ? ഇവിടെ ഉണ്ട്. ഇതാണോ? അതാണ് ആ വീഡിയോയുടെ. പിന്നെ ഒന്നും കൂടെ ഉണ്ട് നമ്മുടെ കയ്യില്. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. ഓ, ഗോട്ട്. പണ്ട് എനിക്ക് ഗോട്ട് എന്ന് പറഞ്ഞ എന്താ, എനിക്ക് ആകെ ഒരു ഗോട്ടിന് മാത്രമേ അറിയുള്ളൂ. എനിക്ക് വേണ്ട, ഇനി ഇത് ട്രോളാവും. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ആ ഗോട്ടല്ല ഈ ഗോട്ടെന്നൊക്കെ. വലിയ ഐഡിയ ഉണ്ടായില്ല. ഓക്കെ, അപ്പൊ ഇത് എന്താ ഇതിന്റെ കഥ? ഇത് ഓർഡർ വന്നതാണോ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണോ? ഓർഡർ വന്നതാണ്. പിന്നെ വീഡിയോയില്, അതായത് മെസ്സി ഫാൻസും എല്ലാരും കാണുമല്ലോ വീഡിയോ, അപ്പോൾ ആർക്കും വിഷമം വരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അത് എൻ്റെ ഹസ്ബൻഡ് മെസ്സി ഫാനാണ്, കസ്റ്റമർ റൊണാൾഡോയുടെ വർക്ക് തന്നു. അപ്പോൾ മെസ്സി ഫാൻസ് ആയിട്ടുള്ള എല്ലാവർക്കും വിഷമം വരുമല്ലോ റൊണാൾഡോയുടെ മാത്രം വർക്ക് ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു വിഷമം വരുതല്ലോ എന്ന് കരുതിയിട്ടാണ് വീഡിയോയില് ലാസ്റ്റ് നമ്മൾ ആ ഒരു രീതിയിൽ വീഡിയോ ആ ഒരു ഐഡിയയിൽ ചെയ്തത്. ലാസ്റ്റ് മെസ്സിയുടെ ഒരു കാണിക്കുന്നത് പോലെ ചെയ്ത്. ആദ്യമായിട്ട് ചെയ്തത് എന്തായിരുന്നു? അപ്പം എന്താ ടീഷർട്ടാണോ അല്ലെങ്കിൽ എന്ത് ഇമേജ് ആയിരുന്നു ആദ്യം ചെയ്തത്? ടീഷർട്ടിൽ തന്നെ ചെയ്തത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ആദ്യത്തെ വർക്ക് ആ ലെറ്റർ ഇല്ല, മലയാളം ലെറ്റർ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തതാണ്. അതിനൊരു എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അറിയത്തില്ല, അതിനൊരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് മലയാളം ലെറ്റർ വെച്ചിട്ടാണ് എൻ്റെ വർക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലാണ് തുടക്കം. ഓക്കെ, ഇപ്പൊ 6 months ആയിട്ട് ഇതിൽ കണ്ടിന്യൂസ് ഈ ഒരു വർക്കുകൾ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതുവരെ എത്ര ഓർഡേഴ്സ് കിട്ടി? എനിക്ക് കറക്റ്റ് കണക്ക് പറയാൻ എനിക്ക് അറിയില്ല, പക്ഷെ ഒരുപാട് വർക്കുകൾ ഇപ്പോൾ ഓൾറെഡി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടീഷർട്ടായിട്ടും ബേബി ഡ്രസ്സുകളായിട്ടും പിന്നെ ഷർട്ടിലാണേലും അങ്ങനെ ഒരുപാട് വർക്കുകൾ ഓൾറെഡി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബേബി ഡ്രസ് എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് വേറൊരു വീഡിയോ കാണാം. ഇത് ഞാൻ സ്വന്തം
ഇതാണ് ആ ഡ്രസ്സ് അല്ലേ? എനിക്ക് പക്ഷെ ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്തെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഞാനിത് പഠിച്ചിട്ടില്ല, എംബ്രോയിഡറി ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ ഇത്രയും ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരാൾ ഇത് പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെ വിശ്വസിക്കും പഠിച്ചിട്ടില്ല എന്ന്? എനിക്ക് വിശ്വസിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ പ്രൈവറ്റ് ജോലിക്ക് പോയി. പിന്നെ പ്രൈവറ്റ് ജോലി പറ്റാഞ്ഞിട്ട് 1 ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ട്, അതായത് ഞാൻ MSW പഠിച്ചേ. അപ്പോൾ അതിൻ്റെ ജോലി കിട്ടാത്തതുകൊണ്ട് പ്രൈവറ്റ് ജോലിക്ക് കയറി. അപ്പോൾ അതെനിക്ക് പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ MSWൻ്റെ ജോലി നോക്കാൻ വേണ്ടി ഇറങ്ങിയ ആ ഒരു സമയത്ത്, വീട്ടിലിരുന്ന സമയത്താണ് ഇതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിനൊരു ബേബി ഉണ്ടായപ്പോൾ ആളുടെ കുഞ്ഞുടുപ്പിൽ ഞാൻ ചെറിയൊരു പൂവ് കണ്ടു, ചെറിയൊരു. അപ്പോൾ ആ ഒരു പൂ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു പൂ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഴയൊരു തുണി എടുത്തിട്ട്, പഴയ ഒരു സാധാരണ നൂലൊക്കെ എടുത്തിട്ട് ഞാൻ തനിയെ ഫോണിൽ പടം എടുത്തിട്ട് ഞാൻ തന്നെ വരച്ച് ഞാൻ തന്നെ തനിയെ തയ്ച്ചപ്പോൾ എൻ്റെ അമ്മച്ചി പറഞ്ഞു കൊള്ളാം, കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്കൊരു മോട്ടിവേഷനായി. അപ്പോൾ എന്തായാലും ഓൾറെഡി എനിക്ക് ടൈമുണ്ട്, ഞാൻ ജോലിക്ക് നോക്കണ സമയമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്ന് കുറച്ചുകൂടെ നല്ല മെറ്റീരിയലിൽ നല്ലപോലെ ഞാൻ ചെയ്തു. പിന്നെ ആ സമയത്ത് ഞാനൊരു കുഞ്ഞു കെട്ടെടുപ്പ് ഞാൻ കൈ കൊണ്ട് തയ്ച്ചു. മെഷീനിൽ തയ്ക്കാൻ എനിക്ക് ബാലൻസ് ഇല്ല, എനിക്ക് അറിയില്ല, ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുമല്ലോ. പഴയ മെഷീൻ അങ്ങനെ ഇപ്പോഴത്തെ പോലെ സ്പീഡൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തയ്ച്ച് 2 കുഞ്ഞുടുപ്പുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കെട്ടുടുപ്പുകളുണ്ടല്ലോ കുഞ്ഞു കുട്ടികളിൽ, അതൊക്കെ ഞാൻ ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ തയ്ക്കുമ്പോൾ കൈ കൊണ്ട് തയ്ക്കുമ്പോൾ ഭയങ്കര സമയം എടുക്കും. അപ്പോൾ എനിക്ക് തന്നെ ചില സമയത്ത് എനിക്ക് തന്നെ ക്ഷമ കെട്ടുപോകും, കാരണം തീരുന്നില്ല, കൈ കൊണ്ട് തയ്ക്കുമ്പോൾ തീരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ തന്നെ എഫോർട്ട് ഇട്ട് ഞാൻ തന്നെ ഇറങ്ങി, അതിനു വേണ്ടി ഇറങ്ങി. ഞാൻ തന്നെ തയ്ച്ച് നോക്കി. ആദ്യമൊന്നും ശരിയായിട്ടില്ല, പക്ഷേ ഞാൻ തന്നെ തയ്ച്ച് എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലാതെ ശരിയായി. നമ്മുടെ മനസ്സിൻ്റെ ആയിരിക്കും, നമ്മള് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച് ചെയ്തുകൊണ്ടായിരിക്കും എനിക്കതൊരു വലിയ ഒരു പഠിക്കാത്തത് കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയില്ല, പഠിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷെ എനിക്ക് കൂടുതൽ അപ്ഡേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ ഒരു ലെവലിൽ വെച്ചാൽ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എനിക്ക് നിൽക്കാൻ പറ്റില്ല. അടുത്തടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും ഞാൻ കുറച്ചുകൂടി പ്രൊഫഷണൽ ആകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഭാവിയിലേക്ക് നടക്കുമായിരിക്കണം. ഓക്കെ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ കമൻസ് കണ്ടു. കാരണം പഠിക്കുന്ന ആൾക്കാർക്ക് പോലും ചിലപ്പോൾ ചില സമയത്ത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട്, എല്ലാവർക്കും അല്ല, ചിലവർക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. പക്ഷെ ഇവിടെ പഠിച്ചിട്ടില്ലാണ്ട് ഇത്ര ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി പഠിച്ചു കഴിഞ്ഞാൽ എത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും എന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. അത് ശരിയാണ് കേട്ടോ. അത് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും ഞാനും ചിന്തിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ അതിനുള്ള ടൈമില്ല. ഓക്കെ, ഞാൻ വേറൊരു വീഡിയോയും കൂടി കാണിച്ചു തരാം. ഇത്തവണത്തെ നമുക്കൊരു ചലഞ്ചിങ് വർക്കായിരുന്നു. നമുക്ക് ഡെനിം ഷർട്ടില് ഒരു മാനിന്റെ പടം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമുക്ക് കസ്റ്റമർ പറഞ്ഞിരുന്നത്. അപ്പോ എനിക്ക് ഈ കളറ് ഷർട്ട് ആയതുകൊണ്ട് എനിക്ക് പല വിധത്തിലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ആ പിക്ക് ഇതിലേക്ക് വരയ്ക്കാൻ പറ്റിയില്ല. സാധാരണ വരച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോ വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പേപ്പറിൽ പടം വരച്ചിട്ട് അത് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടാണ് ഞാൻ ഇത്തവണ ചെയ്തത്. അപ്പൊ നമ്മുടെ പേപ്പറൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതും ഇവിടെ ഇല്ല അല്ലേ? ഇല്ല. എനിക്ക് കസ്റ്റമേഴ്സ് ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോ തന്നെ തിരിച്ചു കൊടുത്തു വിടും. അവര് പറഞ്ഞ ടൈമിനുള്ളിൽ നമ്മൾ ചെയ്ത് അപ്പൊ തന്നെ കൊടുക്കുവാണ്. കയ്യിലേക്ക് ഒന്ന് ശരിക്കും കാണാനുള്ള ടൈം പോലും കിട്ടാറില്ല ശരിക്കും. ഈ ചെയ്തതിൽ ഏറ്റവും ടഫ് ഇതായിരുന്നു. അപ്പോ ആക്ച്വലി ഞാൻ പറഞ്ഞിട്ട് പഠിക്കാണ്ടാണല്ലോ ചെയ്യുന്നത്. ഇത് നമുക്ക് വരയ്ക്കാൻ വേണ്ടിയുള്ള വേറെ ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അറിയില്ല, പഠിക്കാണ്ട് ചെയ്തതുകൊണ്ട്. അപ്പോൾ ഈ ഒരു വർക്കിന് ശേഷം ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, കുറെ സജഷൻസ് പറഞ്ഞു തന്നു. അപ്പോൾ ആ ഒരു വർക്കിന് ശേഷമാണ് ഞാനിപ്പോൾ കാർബൺ പേപ്പർ മേടിച്ചിട്ട് അത് വെച്ചിട്ട് വരച്ച് ചെയ്യാൻ തുടങ്ങി. ശരിക്കും അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അത്രയും ചലഞ്ചിങ് ആവില്ലായിരുന്നു. എനിക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് എനിക്ക് അത്ര ചലഞ്ചിങ് ആയത്. ആക്ച്വലി ചലഞ്ചിങ് ആയിരുന്നു. ലാസ്റ്റ് ആ പേപ്പറൊക്കെ കളയാൻ വേണ്ടി നല്ല രീതിയിൽ ബുദ്ധിമുട്ടി ഞാൻ. അവസാനം ദൈവം ഞാൻ എന്ത് ചെയ്ത് കളയും, പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് കളയും ഞാൻ ഓർത്തുപോയി. പക്ഷെ ലാസ്റ്റ് ഫൈനൽ വന്നപ്പോ നല്ല ഭംഗിയായിട്ട് വന്നു. അപ്പൊ ആ ഒരു ഇത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഒത്തിരി പേര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഒരുപാട് പേര് അതെന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇത് ചെയ്ത് വെക്കാൻ പറ്റും, വേറെ പേപ്പർ വേറെന്ത് പേരൊക്കെ പറഞ്ഞു, അങ്ങനത്തെ ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പറഞ്ഞാലേ ഒത്തിരി പേര് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു വീഡിയോയും കൂടി കാണിച്ചു തരാവേ.
നമ്മൾ ഇത്തവണ ചെയ്തത് ഒരു സർപ്രൈസ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു. കുട്ടിയുടെ പപ്പ അമ്മ എബ്രോഡാണ്. അപ്പൊ കുട്ടി ഗ്രാൻഡ് പേരൻസിന്റെ കൂടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ അനുഷ്കയുടെ അമ്മ 1 month മുന്നേ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നതായിരുന്നു. ഇന്നാണ് അനുഷ്കയുടെ ബർത്ത്ഡേ. അപ്പൊ സാധനം ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ അനുഷ്ക. അപ്പൊ നമുക്ക് വർക്ക് കാണാം. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകിയൊഴു. എന്റെ ഫേവറേറ്റ് പാട്ടാണ്. ഇങ്ങനെ ബർത്ത്ഡേ ഗിഫ്റ്റ്സും ചെയ്തു കൊടുക്കാറുണ്ട്. വെഡിങ് ആനിവേഴ്സറിയുടെ ഒരു ഗിഫ്റ്റ് അങ്ങനെ ഇതുപോലെ ഹൂപ്പിൽ ചെയ്തായിരുന്നു. ഇപ്പോൾ ആള് പ്രത്യേകം പറഞ്ഞു അവിടെ പപ്പയുടെ അമ്മയുടെ പേരും അവിടെ സൈനും കൂടെ ആയിരുന്നു ആഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ സൈൻ നമുക്ക് അങ്ങനെ പബ്ലിക്കായിട്ട് കാണിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് പേര് സൈൻ കാണിക്കരുത്, അല്ലാതെ വീഡിയോ ചെയ്തോളാം പറഞ്ഞിട്ട് അങ്ങനെ ഇതുപോലെ ഒരു വെഡിങ് ആനിവേഴ്സറി ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ. അപ്പൊ ഇതുപോലെ ഇപ്പൊ ഇന്ന് വന്നിരിക്കുന്ന വർക്ക് ഇതുപോലത്തെ വർക്കുകളാണ് വന്നേക്കുന്നത്. അപ്പൊ ശരിക്കും കസ്റ്റമേഴ്സ് പറയണ പോലത്തെ വർക്കുകളാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തതാണ് എന്റെ പേജിൽ മൊത്തം കാണാൻ കിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും ഞാൻ ഇന്നലെ വരുന്ന സമയത്ത് ഞാൻ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ടീഷർട്ടില് എനിക്ക് 2 ഡോഗ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇവര് ഷിറ്റ്സു. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഡോഗ്സിന്റെ ചെയ്തു തരാമോന്ന് ചോദിക്കാൻ. അപ്പൊ അവര് പറഞ്ഞു പെട്ടെന്നൊരു സമയത്തിൽ അത് ടൈം എടുക്കുമല്ലോ എന്ന്. അപ്പൊ ഇത് തിരക്ക് കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ എനിക്ക് ഇതേപോലെ ഒരു ഷർട്ടില് 2 ഡോഗ്സിന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ പിക്ചർ അയച്ചുതരാം, എനിക്ക് അയച്ചുതരാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പം കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പം എല്ലാവർക്കും ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഇതൊക്കെ എന്നെ ഇൻസ്പയർ ചെയ്തു, ഇതൊക്കെ ഞാൻ നോട്ടീസ് ചെയ്തു. എന്നാലും പെട്ടെന്ന് എൻ്റെ കണ്ണുടക്കിയത് ഒരു ടാഗ് ലൈനിലാണ്, ദൈവത്തിനെ ശ്രദ്ധിക്കാൻ വേണ്ടി കാണിച്ച ഒരു കുസൃതി. ആ ഒരു ടാഗ് ലൈനിൽ ഞാനത് കുറേ വട്ടം ആലോചിച്ചു. എന്ത് പോസിറ്റീവായിട്ടാണ് ആ ഒരു സാധനം പറഞ്ഞിരിക്കുന്നത്. അത് എല്ലാവർക്കും അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതെങ്ങനെ സാധിക്കുന്നു? അത് ആക്ച്വലി വലിയൊരു സംഭവം ഉണ്ടായിരുന്നു അതിന്റെ ബാക്കില്. പക്ഷേ എൻ്റെ ഫ്രണ്ടാണ് ആ ഒരു ഡയലോഗ് പറഞ്ഞത്. ഞാൻ ബാക്കി എൻ്റെ ആ ഒരു നെഗറ്റീവായിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി. ഇപ്പോൾ ഈ ഒരു ഡയലോഗ് ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളിങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇത് ആ കാര്യമല്ലേ നീ പറഞ്ഞു ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞപ്പോൾ നീ ബാക്കി കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ എന്നോട് കഥയൊക്കെ പറഞ്ഞു, കുറേ കാര്യങ്ങൾ സംഭവിച്ച് അതിന് ലാസ്റ്റാണ് അവളിങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട്, അതെനിക്ക് എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചൊരു കൊച്ചിനോടും കണ്ടാണ് ആക്ച്വലി അവൾ ഇച്ചിരി റേസ് ആയിട്ടാണ് പറഞ്ഞത്. അത് ദൈവത്തിന് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്നതാണ്, തന്നെ പോലെ ഒന്നുമല്ല, അവൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, എനിക്കിങ്ങനെ കുറച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിച്ചത്. പക്ഷേ എന്താണ് ആ ഒരു കാര്യം മാത്രം എൻ്റെ തലയിൽ ഇപ്പോഴും ഉണ്ട് വർഷങ്ങൾക്ക് ശേഷം. അത് എനിക്കൊന്ന് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു സംഭവം നടന്നത്. ഒരു NSSന്റെ 7 ഡേ ക്യാമ്പിൻ്റെ ഇടയിലാണ്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം എൻ്റെ തലയിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ എൻ്റെ ദൈവാനുഗ്രഹം കൊണ്ടായിരിക്കും ഞാൻ മറന്നു പോകാറാണ് പതിവ്. ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട് ഇങ്ങനെ പബ്ലിക്കിൽ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പൊതുവേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തിരിക്കാറില്ല. അപ്പോൾ അവൾ പറഞ്ഞപ്പോഴാണ് ആ ഒരു കാര്യം ഞാൻ ഇപ്പോഴും പറഞ്ഞപ്പോഴും എനിക്ക് ഓർമ്മ കിട്ടിയില്ല ആ കാര്യം. ആ ഒരു ഡയലോഗ് മാത്രമേ ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ളൂ. ആ പറഞ്ഞ ആളെയും ഡയലോഗ് മാത്രമേ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളൂ. അപ്പോൾ എല്ലാവരും ദൈവാനുഗ്രഹം കൊണ്ടായിരിക്കും, എനിക്ക് എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് ഞാൻ പറയില്ല. ആ ഒരു ഫ്ലോയിൽ എല്ലാ കാര്യവും നടക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു അടുത്ത കാലത്ത് വരെ എനിക്ക് ശരിക്കും ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു. പിന്നെ കുറെ കാര്യങ്ങൾ ഞാൻ റിയലൈസ് ചെയ്തു, നമ്മുടെ ലൈഫ് കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുമല്ലോ, അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ആൾക്കാരോട് സംസാരിക്കാനും പറഞ്ഞില്ല ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ പറ്റിയത്, അതും ഒരു സോഷ്യൽ വർക്കായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. ഞാൻ പഠിച്ചൊരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു വർക്ക് പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി സോഷ്യൽ വർക്കും ചെയ്യുന്നുണ്ട്, ഓൾറെഡി എൻ്റെ വർക്കും ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്ത് പറ്റിയതാ? അപ്പോൾ അത് എനിക്ക് ബൈ ബർത്തിലെ അങ്ങനെയായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് അങ്ങനെ അധികം സ്റ്റോറീസ് പറഞ്ഞിട്ടില്ല. ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു. ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്ന സമയത്ത് എന്നോടിങ്ങനെ എൻ്റെ കൈയുടെ കാര്യങ്ങളായാലും ചോദിക്കുമോ സംസാരിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും
പ്രത്യേകിച്ചും പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ നോക്കും. അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും എനിക്ക് അമ്മച്ചി എനിക്ക് കഥകളൊന്നും പറഞ്ഞു തന്നിട്ടില്ല ശരിക്കും എന്താണ്. അപ്പോൾ അമ്മച്ചി പറഞ്ഞേക്കുന്നത് വേറെ ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണങ്ങളും ഉണ്ടായിരുന്നില്ല. എല്ലാം കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിരുന്നു. അമ്മച്ചിയുടെ പ്രഗ്നൻസിയും അതിൻ്റെ ഇടയ്ക്ക് അമ്മച്ചിക്ക് ഒരു അസുഖം പോലും വന്നിട്ടില്ല. എല്ലാം ഓക്കെ ആയിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. പക്ഷെ വന്ന് ലാസ്റ്റ് റിസൾട്ട് ഇങ്ങനെ ആയിപ്പോയി. അമ്മച്ചിക്ക് ഭയങ്കര വിഷമമായെന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. വേറെ കഥകളൊന്നും അറിയില്ല, ഇങ്ങനെ സംഭവിച്ചതിൻ്റെ കാരണങ്ങളൊന്നും അറിയില്ല. എല്ലാം ദൈവത്തിൻ്റെ ഹിതങ്ങളായിരിക്കാം എല്ലാം. അതായത് ഇപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഞാൻ ബൈബിളിൽ വിശ്വസിക്കുന്നു. അപ്പോൾ അതിലൊരു ബൈബിൾ വേഴ്സസ് ഉണ്ട്, എനിക്ക് നിന്നെ പറ്റിയൊരു പദ്ധതി ഉണ്ട്, അത് നിന്റെ നാശത്തിനല്ല നിന്റെ ക്ഷേമത്തിനാണ് എന്ന് പറഞ്ഞൊരു ബൈബിൾ വേഴ്സസ് ഉണ്ട്. അപ്പോൾ മേ ബി അതായിരിക്കാം എന്നെ പറ്റിയൊരു പദ്ധതി പുള്ളിക്ക് കൃത്യമായിട്ടുണ്ട്. അല്ലാതെ എൻ്റെ പ്ലാനിങ് കൊണ്ടും അല്ല ഇപ്പോൾ ഇതുപോലെ ഈ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതും ഇപ്പോൾ ഈ ഒരു ലെവലിലേക്ക് എത്തി നിൽക്കുന്നതും ഒന്നും എൻ്റെയോ അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരുടെയോ പ്ലാനല്ല. അപ്പോൾ എല്ലാം ഒരു വിധിയായിരിക്കാം ഇവിടം വരെ എത്തിച്ചത്. ഓക്കെ, അപ്പം ചെറിയൊരു കുഞ്ഞി സെഗ്മെന്റ് ഇവിടെ നമ്മുടെ വൺ ഹാൻഡ് എംബ്രോയിഡറി. അപ്പോൾ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ ഇത് ഓരോന്ന് കാണിച്ചു തരാം. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഇതിൻ്റെ കഥയോ അല്ലെങ്കിൽ മെമ്മറീസോ എന്തെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ. ഈ ഒരു ടീഷർട്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പേജിൽ വീഡിയോ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ഈ വർക്കിനാണ്. ആൾക്കാർ ചോദിക്കുന്നത് അവരുടെ മെമ്മറീസ്, അവരുടെ സ്റ്റോറീസ് ആഡ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ബോക്സിലായിട്ട്. അതായത് ഇപ്പൊ ലവ് സ്റ്റോറി ആണെങ്കിൽ അവർ ആദ്യമായിട്ട് മീറ്റ് ചെയ്തത്, അവരാദ്യമായിട്ട് പോയ സ്ഥലം, ആദ്യമായിട്ട് കണ്ട സിനിമ, അങ്ങനെ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ട് അവരുടെ വെഡിങ് നടന്ന ഡേ, അവരുടെ കുട്ടിയുടെ പേര്, അങ്ങനെ ചെയ്തൊരു സ്റ്റോറി ആയിട്ട് അങ്ങനെ ഒത്തിരി പേര്. കപ്പിൾസ് ആണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത്. ഈ വർക്കാണ് ഏറ്റവും കൂടുതൽ എനിക്ക് എൻക്വയറി വരുന്നത്. അത് കപ്പിൾസ് ടീഷർട്ട് രണ്ടുപേരുടെയും, ഗേളുടെയും ബോയുടെയും രണ്ടുപേരുടെയും അങ്ങനെ ചെയ്ത് കൊടുക്കാനുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് വരുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന വർക്ക്. ഓക്കെ, പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലേ? അതെ, നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതായത് അവരുടെ പേഴ്സണൽ സ്റ്റോറിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. ഓക്കെ, അടുത്തത് ഇതെനിക്ക് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു യുണീക്കാണ്. അത് മാത്രമല്ല ഇതിന്റെ ബാക്കിലുണ്ട്. ഇത് ഫ്രണ്ട് മറ്റേത് ബാക്ക്. സോറി, ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. പക്ഷെ ഇത് നല്ല രസം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് എന്റെ ഹസ്ബൻഡിന്റെ ഐഡിയ ആണ് കേട്ടോ. വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഒരു ഇതിട്ടിട്ട് ഞങ്ങള് തമിഴ്നാട്ടിലവിടെ ട്രിപ്പൊക്കെ പോയി അങ്ങനെ ഇതിന്റെ വീഡിയോ എടുത്തിട്ടാണ് പേജിൽ, എനിക്ക് ആദ്യം പേജിൽ ഇട്ട ഒരു പോസ്റ്റ് ഇതാണ്. ഈ ആടെയാണ് ആദ്യം ഇട്ടതെന്ന് എനിക്ക് തോന്നുന്നു, ഒരു വർക്കായിട്ട് ഇട്ടതും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തതാണ് ഞാൻ എന്ന് പറയുന്ന ഒരു വർക്ക്. പക്ഷെ ആദ്യമായിട്ട് ഞാൻ ചെയ്തതായതുകൊണ്ട് ഞാൻ ഒത്തിരി ടൈം എടുത്തു. ഇതൊക്കെ ചെയ്താണ് ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യാൻ പഠിച്ചത്. ഇതിലൊക്കെ വർക്ക് ചെയ്താണ് ഞാൻ പഠിച്ചെടുത്തത്. ഓക്കെ, അടുത്തത് ഇത് സെയിം എന്തായിരുന്നു ഇത്? ഹൈസൻബർഗ്. അത് ബ്രേക്കിംഗ് ബാഡ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് സീരീസിലെ ഒരു മെയിൻ ക്യാരക്ടറാണ്. അയാളുടെ ഫേമസ് ഡയലോഗാണ് സെയിം മൈ നെയിം. അതൊക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത്. വീഡിയോ ചെയ്ത് അങ്ങനെയാണെന്ന് ഞാൻ ഓർക്കണില്ല. അപ്പൊ അത് കാണുന്നവർക്ക് അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, ഇതും കൊള്ളാം, ഭയങ്കര സിമ്പിൾ സാധനം. ഇത് പ്രത്യേകിച്ച് സ്റ്റോറി എനിക്ക് പറയാനില്ല. ബ്രാൻഡ് അംബാസിഡറായി. അല്ല, ഇതിനെ കുറിച്ച് എനിക്ക് സ്റ്റോറി ഇല്ല. ജസ്റ്റ് അങ്ങനെ പറയരുത്, എന്തെങ്കിലും പറയണം. ഇതെപ്പോ ചെയ്തതാ, എങ്ങനെ ചെയ്തതാ? ഓർഡർ വന്നതാണോ? ഇല്ല, ഇപ്പൊ ഓർഡർ വന്നതെല്ലാം ഒന്നും എൻ്റെ കയ്യിലില്ല. ഒന്നും എൻ്റെ കയ്യിൽ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നതല്ലാതെ ഓർഡർ വന്നതൊന്നും എൻ്റെ കയ്യിലില്ല. എല്ലാം അപ്പം തന്നെ കൊടുത്ത് തീരുകയാണ്. ബേബി ഡ്രസ് ആണെങ്കിലും ടീഷർട്ട് ആണെങ്കിലും ഷർട്ട് ആണെങ്കിലും കുർത്തി ആണെങ്കിലും ഒന്നും എൻ്റെ കയ്യിലില്ല. എല്ലാം ഡേറ്റ് പറയുന്നതനുസരിച്ച് വേഗം ഞാൻ മാക്സിമം പെട്ടെന്ന് ചെയ്ത് തീർന്നു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യം എൻ്റെ ഡ്രസ്സിലൊക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത അത്രയും ഡ്രസ്സുകൾ ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ. ഇനിയിപ്പോൾ ബാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ എനിക്കൊന്ന് ഒരു ഷർട്ട് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഇപ്പം കസ്റ്റമറിൻ്റെ. വേറൊന്നും എൻ്റെ കയ്യിൽ ഇപ്പം ഇരിപ്പില്ല കാണിക്കാൻ. ഓക്കെ, ഇതൊരു പൂക്കിയായിട്ടുണ്ട്. ജാക്കറ്റ് അല്ലേ? ഡെനിമിൽ ചെയ്യാൻ ഭയങ്കര ടഫാണോ? ഇല്ല, എനിക്കങ്ങനെ ടഫ് ഇതുവരെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. ബട്ട് സ്റ്റിൽ പറഞ്ഞാലും ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് നമ്മൾക്കിപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമുക്കത് വലിയ കഷ്ടപ്പാടായിട്ട് തോന്നാറില്ലല്ലോ. അതാ, ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊന്നും കഷ്ടപ്പെടാറില്ല. അത് തന്നെയാണ്. ഓക്കെ, അടുത്തത്
അത് ജീൻസ് അതെനിക്കൊന്ന് ഒത്തിരി പേര് ചോദിച്ചു. ഇത് നല്ല രസം, എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. നല്ല രസമുണ്ട്. ഇത് ഞാൻ ഫോണില് കണ്ടിട്ട് ഞാൻ അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ആ അതെ, അപ്പൊ അതില് കണ്ടിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണിത്. അപ്പൊ അത് കണ്ടിട്ട് ഇതുപോലെ ചോദിച്ചിട്ട് കസ്റ്റമർ ചെയ്തതാണ് അടുത്ത ജീൻസിൽ വരുന്നത്. അപ്പൊ ഒത്തിരി പേര് ചോദിച്ചു ഈ ജീൻസ് ചെയ്യാൻ പറ്റുമോ, അതിങ്ങനെ പുതിയ പുതിയ ജീൻസിന്റെ ഓൾറെഡി ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ട്. ജീൻസിൽ ചെയ്ത് തരും ചോദിച്ചു. വേറെ വേറെ പിക്ചേഴ്സ് ഒക്കെ അയച്ചിട്ട് ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ചെയ്തിട്ടില്ല, എൻ്റെ കയ്യിലില്ല. ഒത്തിരി പേര് ജീൻസിൽ, അപ്പൊ ജീൻസിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും അങ്ങനെ വലിയ അറിയില്ലല്ലോ. സാധാരണ ഡ്രസ്സിൽ ചെയ്യുന്ന പോലെ അല്ലല്ലോ ജീൻസ് ചെയ്യുമ്പോൾ പ്രത്യേക ഭംഗിയാണല്ലോ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിന്റെ വേറൊരു മോഡല്. അതെ, അതിന്റെ വേറൊരു ടൈപ്പ്. ആ ഒരു ടൈപ്പിൽ തന്നെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇത് കസ്റ്റമർ പറഞ്ഞു ഇങ്ങനെ താഴേക്ക്, അതായത് മഷ്റൂം താഴേക്ക് വേണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ തലയും കുത്തി ചെയ്ത് വെച്ചേക്കുന്നത്. കൊള്ളാം കേട്ടോ, നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ട്. താങ്ക് യു. ഈ എവിടെ നിന്നൊക്കെ റെഫറൻസ് ഒക്കെ എടുക്കാറുണ്ടോ? ഫ്രണ്ട്സ് കുറവാണ്, എല്ലാം സ്ട്രേഞ്ചേഴ്സ് ആണ് എൻ്റെ കസ്റ്റമേഴ്സ്. ഓൾമോസ്റ്റ് 99% സ്ട്രേഞ്ചേഴ്സ് തന്നെയാണ്. 1% ഒന്നും പറയാനില്ല. 1% പകുതി ഉള്ളൂ പരിചയമുള്ളവർ. അത്രയും വളരെ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നു. പിന്നെ എനിക്കൊന്നും പരിചയമുള്ളവർക്കാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ടൈം ഉണ്ടല്ലോ പരിചയമുള്ളവരായതുകൊണ്ട്. അതുകൊണ്ട് അവരുടെ ചെയ്ത് കൊടുക്കാനും ടൈം എടുക്കും. അല്ലാതെ എല്ലാ സ്ട്രേഞ്ചേഴ്സ് തന്നെയാണ്. എല്ലാവരും ഹെൽപ്പ് ചെയ്യും. ഒത്തിരി പേര് എന്നെ ഇങ്ങനെ വർക്ക് ചെയ്ത് തരാൻ വേണ്ടി ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ആ ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി പേര് എനിക്ക് എന്തായാലും ഒരു വർക്ക് ചെയ്ത് തരണം എന്നൊക്കെ നേരത്തെ പറഞ്ഞു വെക്കുന്നവരുണ്ട്. മോളുടെ വീഡിയോ വർക്ക് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ പിന്നീട് വർക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒത്തിരി പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. നമ്മൾക്ക് അറിയുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വരുന്നത് നമ്മൾ അറിയാത്ത ആൾക്കാരുടെ അടുത്ത് നിന്നായിരിക്കും. തീർച്ചയായിട്ടും റിലേറ്റീവ്സിനെക്കാളും ഫ്രണ്ട്സിനെക്കാളും ഒത്തിരി സപ്പോർട്ട് നമുക്ക് സ്ട്രേഞ്ചേഴ്സ് ഒത്തിരി കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തരും. ഒരുപാട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ ഒത്തിരി പേരുണ്ട് ഈ പറഞ്ഞാൽ. ഇപ്പൊ എനിക്ക് പറയണ ഒരുപാട് ഫ്രണ്ട്സ്, ഇപ്പൊ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. സ്ട്രേഞ്ചേഴ്സ് പിന്നെ ഫ്രണ്ട്സ് ആയിരുന്നു. ഓക്കെ, ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ചെയ്യാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പേടി കാരണം ചെയ്യാത്ത കാര്യങ്ങളേ ഉള്ളൂ, അല്ലാതെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എന്ത് കാര്യം എനിക്ക് ട്രൈ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. എന്ത് കാര്യമാണേലും പേടിയില്ലെങ്കിൽ എനിക്ക് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പൊ മറ്റേ സ്കൈ ഡൈവിങ് പേടിയാണ്, അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യൂല. അല്ലാതെ ഞാൻ ട്രൈ ചെയ്യാത്ത കാര്യങ്ങളില്ല. എനിക്ക് എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് ഇഷ്ടമാണ്. ഇച്ചിരി ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ ഇപ്പൊ എങ്ങനെ ഇപ്പൊ വർക്കൗട്ട്, ജിമ്മ്, കരാട്ടെ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഏറ്റവും വലിയൊരു വർക്കൗട്ടാണ്. അതെ, തീർച്ചയായിട്ടും. അതാ ശരിക്കും ഇപ്പൊ ഞാൻ ജിമ്മില് പോണില്ല, ഇപ്പൊ കരാട്ടയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എനിക്ക് എല്ലാം കൂടെ ടൈം എനിക്ക് നല്ല ടൈറ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ കരാട്ടയ്ക്ക് മാത്രമേ പോകുന്നുള്ളൂ. അപ്പൊ എനിക്ക് ബ്ലാക്ക് ബെൽറ്റ് എടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഇപ്പൊ 1-2 കൊല്ലമായി ഇപ്പൊ ഓൾറെഡി ഞാൻ ചേർന്നിട്ട്. ഇടയ്ക്ക് ഇതിന്റെ വർക്കൊക്കെ വരുന്നുണ്ട്, എനിക്ക് ക്ലാസ് മിസ് ആവുന്നുണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നേരത്തെ എടുക്കാമായിരുന്നു. എങ്ങനെയാ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ? ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ രാവിലെ എത്ര മണിക്ക് എണീറ്റ് എന്ത് ചെയ്ത്? അതിപ്പോ എന്റെ കറക്റ്റ് ടൈം ടേബിൾ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോ എനിക്ക് വർക്ക് തീർക്കാനുണ്ടെങ്കിൽ ചിലപ്പോ 2 മണി 3 മണിക്കൊക്കെ ആയിരിക്കും ചിലപ്പോ കിടക്കുക. അപ്പൊ താമസിച്ചായിരിക്കും എഴുന്നേക്കുന്നത്. ഇല്ലെങ്കിൽ നേരത്തെ ചിലപ്പോൾ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വന്നപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ നേരത്തെ കിടന്നിട്ട് നേരത്തെ എഴുന്നേക്കും. അപ്പോൾ അങ്ങനെ പല ദിവസവും പല ടൈം ടേബിളിലാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ചിലപ്പോൾ നേരത്തെ എഴുന്നേക്കുന്ന ദിവസമാണെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് വർക്ക് ചെയ്യും. അത് കഴിയുമ്പോൾ താഴെ കിച്ചണിൽ വർക്ക് ചെയ്യും, പിന്നെ ക്ലീനിങ്, അത് കഴിയുമ്പോൾ വീണ്ടും വർക്കിനിരിക്കും. പകല് മൊത്തം ഒരു 10-11 മണി മുതൽ ഈവനിങ് വരെ വർക്ക് തന്നെയായിരിക്കും. പിന്നെ വൈകിട്ട് പിന്നെ താഴേക്ക് പോയിട്ട് വീട്ടിൽ കുറച്ചു നേരം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യും. പിന്നെ രാത്രി കിടക്കുന്നോളം വരെ ഇതൊക്കെ വർക്ക് തന്നെ. കാരണം ഞാൻ പറഞ്ഞല്ലേ, ഹാൻഡ് എംബ്രോയിഡറി ആയതുകൊണ്ട് നല്ല ടൈം എടുക്കും. അപ്പോൾ എനിക്ക് ഒരു വർക്ക് തീരാൻ വേണ്ടി തന്നെ 2-3 ദിവസമെങ്കിലും എടുക്കും. അപ്പോൾ ചെയ്ത് തീർത്ത അടുത്ത ആൾക്കാരെ ഒരുപാട് ചെയ്യാനുണ്ട്. ഓൾറെഡി പെൻഡിങ് വർക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ടൈം കളയാനില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഹസ്ബൻഡ് ലീവ് ഉള്ള ദിവസം ഞങ്ങൾ പുറത്തുപോയി പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് വരും. ഇത് ടീഷർട്ട്, നൂല് അതൊക്കെ മേടിക്കണമെങ്കിൽ അതൊക്കെ മേടിക്കും. അല്ലെങ്കിൽ ഫുൾ ടൈം വർക്ക് തന്നെയാണ്. അതായത് ഉറങ്ങുകയും കഴിക്കുന്ന റെസ്റ്റ് എടുക്കുന്ന സമയം അങ്ങനത്തെ സമയങ്ങൾ വെച്ച് ബാക്കി ഫുൾ ടൈം വർക്കാണ്. നമ്മൾ നോർമലി ഇപ്പം ഒരു സൂചിയിൽ നൂല് കോർക്കുന്നത് അത്ര ഈസി ഉള്ളൊരു പരിപാടിയല്ല.
അതായത് ചിലപ്പം കണ്ണ് എനിക്ക് ഭയങ്കര പാടാട്ടോ. എനിക്ക് ആ സൂചിയുടെ കുഞ്ഞി ഇതല്ലേ എനിക്ക് കയറ്റാൻ ഭയങ്കര പാടാ. അപ്പോൾ അല്ലാത്ത ആൾക്കാർക്കും കുറച്ച് ഈസി ടാസ്ക് അല്ലല്ലോ. പെട്ടെന്ന് നമ്മൾ അതല്ലേ മത്സരമൊക്കെ വെക്കുന്നത്, സൂചിയിൽ നൂല് കോർക്കുന്നത്. അത് ഈസി അല്ലാത്തതുകൊണ്ടാണ് അത് മത്സരം വെക്കുന്നത്. പക്ഷെ ഇവിടെ ഭയങ്കര ഈസി ആയിട്ട് അത് കോർക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അത് ചെയ്ത് പ്രാക്ടീസ് ഉള്ളതുകൊണ്ടാണോ? ഇല്ല, എനിക്ക് അങ്ങനത്തെ ടാസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഇപ്പൊ എന്തുകൊണ്ടാണ് എല്ലാവരും ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് എന്ന് എനിക്കറിയില്ല. എനിക്കത് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല, അത്ര എനിക്ക് അറിയുള്ളൂ. എനിക്ക് എന്റെ കൂടെ ഇപ്പൊ ഹസ്ബൻഡ് ഇപ്പോഴും ഉണ്ടാവല്ലോ, ഹസ്ബൻഡും പറയും പെട്ടെന്ന് കോർക്കും, എങ്ങനെ കോർക്കുന്നതെന്ന്. സത്യം കണ്ടോ, അപ്പൊ എന്റെ കുഴപ്പമില്ല, ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും പറയുന്ന ഒരു കാര്യം. എനിക്ക് അതായത് എനിക്ക് അറിയില്ല, എനിക്ക് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തുകൊണ്ടാണ് എല്ലാവരും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് ഇവിടെ വരാൻ സാധിച്ചതിൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ടീഷർട്ട് സീരിയസ് ആയിട്ട് ഞാൻ ലാസ്റ്റ് ആയിട്ട് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം നമ്മൾ ഇൻട്രോയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ ഇന്റർവ്യൂയുടെ ഇടയ്ക്ക് നമ്മൾ മെൻഷൻ ചെയ്ത പോലെ തന്നെ, കുറേ ആൾക്കാരുണ്ട് ചെറിയ ചെറിയ തടസ്സങ്ങൾ വരുമ്പോൾ അവിടെ ഇരുന്ന് പോകുന്ന ആൾക്കാരുണ്ട്. അവരത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരോട് എന്താ പറയാനുള്ളത്? നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇൻസിഡൻറ്റ് ഉണ്ടായെന്നും പറഞ്ഞ് നമുക്ക് ബാക്കി എന്തോരം പോസിറ്റീവായുള്ള ഇൻസിഡൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. അല്ല, ആ ഒരു ഇത് വെച്ച് നമുക്ക് ഇരിക്കേണ്ട കാര്യം എന്താണെന്നുള്ള, നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി വേറെ എന്തോരം അവസരങ്ങളുണ്ട്. അതെന്തുകൊണ്ട് നമ്മൾക്ക് കാണാൻ പറ്റണില്ല? നമ്മൾ എന്തിനാ ഒറ്റൊരു കാര്യം വെച്ചിട്ട് നമ്മൾ ഇരിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ആ ഒരു, കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ എൻജോയ് ചെയ്യണം. ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി. ബൈബിളിൽ പോലും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സന്തോഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുക, നിങ്ങൾ ആകുലപ്പെടണ്ട, നാളത്തെ ദിവസം തന്നെ നാളെ പറ്റി ആകുലപ്പെട്ടുകൊള്ളും. നിങ്ങൾ എന്തിനാണ് ആകുലപ്പെടുന്നത്? എല്ലാം ഞാൻ ഭയങ്കര വിശ്വാസമായതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. നമ്മുടെ ടെൻഷൻസ് എല്ലാം പുള്ളിയുടെ കയ്യിൽ കൊടുത്താൽ മതി, പുള്ളി ബാക്കി നോക്കിക്കോളും. നമ്മൾ വേറെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് സമയം നമുക്ക് കിട്ടിയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു, അല്ലെങ്കിൽ ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ നമ്മുടെ ബാക്കി ലൈഫ് നമ്മൾ എന്തിനാണ് ഓരോ ടൈം നമുക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഇപ്പോഴും വിഷമമുണ്ട്, എൻ്റെ ഒത്തിരി അവസരങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എൻ്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അതായത് ഞാൻ തന്നെ ഉണ്ടാക്കിയ എൻ്റെ മനസ്സിൻ്റെ പ്രശ്നം കൊണ്ട് എൻ്റെ ഒരുപാട് അവസരങ്ങൾ ഞാൻ തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് ഇനി പറയാനേ പറ്റുള്ളൂ. എനിക്കത് അപ്പോൾ ഞാൻ ഇനി ആൾക്കാരെ ഞാൻ പറഞ്ഞു കൊടുക്കും, നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തല്ലേ. കാരണം എനിക്കിനി അത് പറയാനേ പറ്റില്ല, എനിക്കത് തിരിച്ച് കിട്ടില്ല, എനിക്കിനി ടൈം തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നമ്മൾ ആ ഓരോ ടൈമും നമുക്ക് പോയാൽ പിന്നെ പോയതാണ്. നമുക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളും, നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ നമ്മൾ എൻജോയ് ചെയ്യണ്ടേ. നമുക്ക് കിട്ടുന്ന ടൈം, നമുക്ക് കിട്ടുന്ന ഇത്ര നല്ല എക്സ്പീരിയൻസ്, നമുക്കൊരു ദിവസം കിട്ടിയത്, നമുക്ക് 2 കാലം നടക്കാൻ പറ്റുന്നുണ്ട്, നമുക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റും, നമുക്ക് രുചികൾ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സ്പർശനം അറിയാൻ പറ്റുന്നുണ്ട്, നമുക്ക് കാറ്റ് കൊള്ളുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്, നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റുന്നുണ്ട്, സൺറൈസ് കാണാൻ പറ്റുന്നുണ്ട്, മഴ പെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാനും കേൾക്കാനും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പറ്റാത്ത എത്രയോ പേര് നമ്മുടെ ചുറ്റുമുണ്ട്. ഈവൻ മ്യൂസിക് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അതൊരു ശരിക്കും നമുക്കത് എന്താ പറയുക, പല്ലുവേദന വന്നവർക്ക് വേദന എന്തെന്ന് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്തിനാണ് ആ ഒരു വേദന മനസ്സിലാക്കാൻ വേണ്ടി നിൽക്കുന്നത്? എന്തിനാണ്? നമുക്കൊക്കെ എൻജോയ് ചെയ്തുകൂടെ? നമ്മൾ എന്തിനാണ് ഇല്ലാത്ത കാര്യത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? എന്തിനാണ്? പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടെങ്കിലും നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു 100% ഒരു 3% അല്ലെങ്കിൽ ഒരു 25% നെഗറ്റീവ് ഉണ്ടെങ്കിൽ ബാക്കി 75% നമുക്ക് പോസിറ്റിവിറ്റി കാണാമല്ലോ. എന്തുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല? അത് നമ്മൾ നോക്കുന്നതിന്റെ പ്രശ്നമല്ലേ? കാരണം ഞാനങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. ഞാൻ ഭയങ്കരമായിട്ട് ഒരു ചെറിയൊരു കാര്യം സംഭവിച്ചാൽ പോലും ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്ന ഒരാളായിരുന്നു. എനിക്ക് ബസ്സിലൊക്കെ പോകുമ്പോൾ എനിക്ക് സീറ്റൊന്നും കിട്ടാറില്ല. എല്ലാവരും പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവില്ല, എനിക്ക് കയ്യിലെന്നുള്ള കാര്യം പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല എന്ന്. അതുകൊണ്ടായിരിക്കാം ഞാൻ ചോദിച്ച് മേടിക്കൂല. എനിക്ക് അതിനുള്ള ഒരു കോൺഫിഡൻസും
ഇതൊന്നും എനിക്കില്ലായിരുന്നു. കാരണം എൻ്റെ ചിന്ത എനിക്ക് കയ്യില്ലാത്ത എൻ്റെ തെറ്റാണെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ 2 മണിക്കൂർ കണ്ടിന്യൂസ് ബാഗ് തൂക്കി ബസ്സിൽ നിന്ന് യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് എൻ്റെ പ്രശ്നം കൊണ്ടാണ്. പക്ഷെ അന്ന് ഞാൻ അത് മനസ്സിലാക്കിയില്ല. അന്ന് ഞാൻ ചിന്തിച്ചിരുന്നത് അതെൻ്റെ തെറ്റാണ്, എനിക്ക് ഒരു കയ്യില്ലാത്ത എൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ എനിക്കത് സീറ്റ് ചോദിച്ച് മേടിക്കാനുള്ള അവകാശം എനിക്കില്ല, അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വരും. ഇപ്പം എനിക്ക് മനസ്സിലായി ഞാനത് എൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഫീൽ ചെയ്തത്. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കുറേയൊക്കെ, എല്ലാം ഒന്നല്ല, അല്ലാതെയും ബുദ്ധിമുട്ടുകളുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ജീവിക്കേണ്ടി കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ നമുക്കൊന്നും ശരിക്കും അതൊക്കെ പറയുമ്പോൾ കഷ്ടപ്പാടുകൾ എന്താണ്, ഒരുപാട് കാര്യത്തിൽ നമ്മൾ അറിയുന്നില്ല, അവരുടെ ലൈഫ് നമ്മൾ കാണുന്നില്ല. അപ്പം നമ്മൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇല്ല എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാം അടിപൊളിയായിട്ട് പോട്ടെ, കുറെ ഓർഡേഴ്സ് ഒക്കെ പറ്റേ, ക്രിസ്മസിന് ഇരിക്കാൻ സമയമില്ലാതെ തിരക്കാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.